നമ്മുടെ പുതിയ നിയമപരിഷ്കാരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്റ്റാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 BSA എന്ന് പറയുന്ന നിയമത്തിൽ വളരെ പ്രധാനമായിട്ടുണ്ടായിട്ടുള്ള മാറ്റം ഇലക്ട്രോണിക് എവിഡൻസസിനെ കാലാനുസൃതമായി നമ്മുടെ കോടതിയുടെ നടപടിക്രമങ്ങളിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തെളിവുകളായി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന പദത്തിൻ്റെ നിർവചനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റമാണ്. പുതിയ നിർവചനം അനുസരിച്ച് ഇമെയിലുകൾ, സെർവർ ലോഗ്സ്, സ്മാർട്ട് ഫോണുകൾ വഴിയുള്ള മെസ്സേജുകൾ തുടങ്ങി എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും മറ്റു ഡോക്യുമെൻസും ഒക്കെ തന്നെ തെളിവായി സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാറ്റമുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികൾക്ക്, സാക്ഷികൾക്ക്, എക്സ്പേർട്ട് വിറ്റ്നസ്സുകളായി വരുന്ന ആളുകൾക്കൊക്കെ തന്നെ കോടതിയിൽ ഇലക്ട്രോണിക് മീൻസിൽ നേരിട്ട് ഹാജരാവാതെ വീഡിയോ കോൺഫറൻസിങ് വഴിയൊക്കെ മറ്റു തന്നെ കോടതി നടപടിക്രമങ്ങളിൽ പങ്കാളികളാവാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റങ്ങളും അതിൻ്റെ ഡെഫിനിഷനിലുണ്ട്. പിന്നീടുള്ള മാറ്റം എന്ന് പറയുന്നത് പലതരത്തിലുള്ള കൊളോണിയൽ പദപ്രയോഗങ്ങൾ, ഇപ്പോൾ അപ്രസക്തമായിട്ടുള്ള കൊളോണിയൽ പദപ്രയോഗങ്ങൾ പലതും നമ്മുടെ എവിഡൻസ് ആക്ടിൻ്റെ പല സ്ഥലത്തും ഉപയോഗിച്ചിരുന്നു. മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് ഈ പലതരത്തിലുള്ള പദപ്രയോഗങ്ങൾ, കൊളോണിയൽ കാലഘട്ടത്തിലുണ്ടായിരുന്ന പദപ്രയോഗങ്ങളും അല്ലാതെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ബാരിസ്റ്റർ, പ്ലീഡർ, വക്കീൽ തുടങ്ങിയിട്ടുള്ള പദപ്രയോഗങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും നിയമത്തിൽ നിന്ന് റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഈ പ്ലീഡർ, ബാരിസ്റ്റർ എന്നൊക്കെ ആണെങ്കിൽ അത് അഡ്വക്കേറ്റ് എന്ന പദത്തിലേക്ക് എല്ലാം ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കൊളോണിയൽ പദപ്രയോഗങ്ങളായിട്ടുള്ള മജസ്റ്റി, പ്രൊവിൻഷ്യൽ ആക്ട്, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയിട്ടുള്ള പല പ്രയോഗങ്ങളും ആക്റ്റിൽ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ തന്നെ റിലവൻ്റ് ആയിട്ടുള്ള അത്തരം പ്രയോഗങ്ങൾ പൂർണ്ണമായും പുതിയ ആക്ട് റീപ്ലേസ് ചെയ്യുകയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ അക്കംബ്ലിസിൻ്റെ ഒരു കൂട്ടുപ്രതിയുടെ മൊഴി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു പ്രതികളെ ശിക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അമെൻമെൻറ്റ്, ഒരു ഭേദഗതി അല്ലെങ്കിൽ ഒരു പരിഷ്കാരം കൊണ്ടുവരാൻ ഈ നിയമത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രതി, നമ്മുടെ കേസ് വിസ്താരത്തിൻ്റെ ഇടയിൽ ഒരു പ്രതി മുങ്ങുകയും മറ്റു പ്രതികളുടെ വിചാരണ നടക്കുകയും ചെയ്താൽ നിലവിലെ നടപടിക്രമം അനുസരിച്ച് ആ പ്രതിയുടെ കേസ് മാറ്റിയിട്ട് അദ്ദേഹം ഹാജരാവുന്ന സമയത്ത് മാത്രമേ കേസ് നടത്തുന്ന സാഹചര്യമാണുള്ളതെങ്കിൽ ഇത് പ്രതി അബ്സ്കൗണ്ടിങ് ആയി അയാളുടെ പ്രൊക്ലമേഷൻ പ്രോസസ്സും പൂർത്തിയായി കഴിഞ്ഞിട്ടും അയാൾ ഹാജരാവുന്നില്ലെങ്കിൽ അയാളുടെ കേസ് കൂടി മറ്റു പ്രതികളുടെ കൂടെ നടത്തിയതായി കണക്കാക്കും, ജോയിൻറ്റ് ട്രയലായി കണക്കാക്കും. മന്ത്രിമാരും പ്രസിഡന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒരു കോടതിക്കും കോടതിയുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി വിളിച്ചു വരുത്താൻ കഴിയില്ല. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ പരിമിതമായ ചില മാറ്റങ്ങൾ മാത്രമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ നിന്ന് ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലേക്ക് മാറുമ്പോഴുള്ളത്. വളരെ സവിശേഷമായി പറയാവുന്ന കാര്യം, ഈ ഇലക്ട്രോണിക് എവിഡൻസസ് കോടതിയുടെ നടപടിക്രമങ്ങളിൽ തെളിവായി സ്വീകരിക്കുവാനും ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യകൾ ഇത്തരം നടപടിക്രമങ്ങളിൽ ഉപയോഗപ്പെടുത്താനും കഴിയുന്ന തരത്തിലുള്ള വലിയ ഒരു മാറ്റം ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഉണ്ട് എന്ന് പറയാം.